അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എന്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഞാൻ ഈ പറയാൻ പോകുന്ന 10 അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് സിഹർ ബാധിച്ചിട്ടുണ്ട്. ഇങ്ങനൊന്നുമില്ല, ഇതൊക്കെ ആളുകൾ വെറുതെ പറഞ്ഞു ഉണ്ടാക്കുകയാണ് എന്ന് പറയുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ സിഹർ അക്കുൻ സിഹർ സത്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ബാധിച്ചിരുന്നു. ഒരു യഹൂദിയായ ഒരാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സിഹർ ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പോലും സിഹർ ഏറ്റെങ്കിൽ നമ്മൾക്കും കേൾക്കാൻ എപ്പോഴും ഞാൻ. ഇത് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, മാരണം, ആഭിചാരം, കൂടോത്രം പോലത്തെ സിഹർ പോലത്തെ ആർക്കും ചെയ്യരുത്. ഇത് പാപമാണ്, തിന്മയാണ്, ഹറാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോലും ഇഷ്ടപ്പെടാത്ത കാര്യമാണ്. ഒരാളുടെയും ഉയർച്ച തകർക്കാൻ ആർക്കും ചെയ്യരുത്. ഏതെല്ലാമാണ് ആ 10 അടയാളം എന്ന് നമുക്ക് നോക്കാം. സിഹറിന്റെ ഒന്നാമത്തെ അടയാളം, ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി വേദന ഉള്ളത് പോലെ നിങ്ങൾക്ക് എപ്പോഴും ഒരു അസ്വസ്ഥതായി തോന്നും. ഹോസ്പിറ്റലിൽ പോകുന്നു, ഡോക്ടറെ കാണുന്നു, ഡോക്ടർ പറയുന്നു നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വരുമ്പോൾ തലയിൽ വേദന, പിന്നെ നെഞ്ചിലേക്ക് വേദന, പിന്നെ ഈ കാലുകളിൽ വേദന ഉള്ളത് പോലെ നിങ്ങൾക്ക് എപ്പോഴും പ്രയാസങ്ങളും ദുരിതങ്ങളും എപ്പോഴും അനുഭവപ്പെടും. രണ്ടാമത്തത് ഉറക്കയില്ലായ്മ. എങ്ങനെ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും ഉറക്കങ്ങട് വരുന്നില്ല. 3, സ്വയം ശപിക്കപ്പെട്ടവനാണ് എന്നുള്ളൊരു തോന്നൽ. 4, ചെവിയിൽ ചെറിയതായിട്ടുള്ളൊരു മൂളക്കം കേൾക്കുന്നു. 5, കണ്ണിൽ ഇരുട്ടുള്ളത് പോലെ ഫീൽ ചെയ്യൽ. 6, പേടിപ്പെടുത്തുന്ന ഭയാനകരമായിട്ടുള്ള സ്വപ്നങ്ങൾ നിരന്തരമായി കാണും. 7, ജോലിയിൽ താല്പര്യം കുറവ്. 8, ജീവിതം മടുത്തു എന്നുള്ള ഒരു തോന്നൽ വരും. 9, ഭയാനകരമായ പേടിപ്പെടുത്തുന്ന ഒരു രൂപം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നത് പോലെ എപ്പോഴും തോന്നൽ. 10, ഉറക്കത്തിൽ നിന്ന് ഭയാനകരമായിട്ടുള്ള എല്ലാം കണ്ട് നെട്ടി ഉണരും. അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹർ പോലത്തെ ആഭിചാരം, സ്മാരണം, കൂടോത്രം പോലത്തെ എല്ലാ ഷർറിൽ നിന്നും നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. സിഹർ ചെയ്യുന്നവരിൽ നിന്ന്, ഇത് ചെയ്യാൻ വിടുന്നവരിൽ നിന്നും, ഇത് ചെയ്യാൻ പോകുന്നവരിൽ നിന്നും, എല്ലാ ഷർറിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളിൽ നമ്മളെയും നമ്മൾക്ക് പ്രിയപ്പെട്ട നമ്മളെ മാതാപിതാക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. കലിമ ചൊല്ലി മരിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. അറിഞ്ഞും അറിയാതെയും പരസ്യമായ രഹസ്യമായും പല തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് എല്ലാവർക്കും പൊറുത്തു മാപ്പാക്കി തരട്ടെ. ജന്നാത്തുൻ നഈമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. വാനം ഓടിക്കുന്നതിന്, കൃഷിയിടങ്ങളിൽ, വിദേശത്തും സ്വദേശത്തും ജോലി ചെയ്യുന്നതിനും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാത്തിനും ബർക്കത്ത് ചെയ്യട്ടെ. ദുആ ചെയ്യാൻ പറഞ്ഞവരുടെ എല്ലാ ഹലാലായ ആഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും ഹാസിലാക്കി തരും. രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് നമ്മളിൽ പലരും. അവരുടെ ഏത് രോഗമായിക്കോട്ടെ അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫാ എടുക്കട്ടെ. ദിക്റുകളും സ്വലാത്തുകളും ധാരാളമായി ചെല്ലാൻ നമ്മൾക്ക് എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ.